40 ദിവസത്തെ നോമ്പ് ഉപവാസ അനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കുകയും തുടർന്നുള്ള 10 ദിവസം നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെയും അവൻ അനുഭവിച്ച രക്ഷാകരമായ കഷ്ടാനുഭവത്തെ പുൽകുവാൻ തക്കവണ്ണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസ സമൂഹം അത് നെഞ്ചകത്തിൽ ഏറ്റുവാങ്ങുവാൻ പ്രാർത്ഥനാ പുരസ്സരം ആയിരിക്കുന്ന ഒരനുഭവം കൂടിയാണ്. പരിശുദ്ധമായ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ നോമ്പ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആത്മീയ തലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, നമ്മളേറെ അനുതാപമുള്ളവരായി മാറണം. അനുതാപം ആണ് ഈ നോമ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. അനുതാപം എന്ന് പറഞ്ഞാൽ അത് വെളിച്ചം കൊണ്ട് ഹൃദയത്തെ കഴുകുന്നതാണ് അനുതാപം. വെളിച്ചം കൊണ്ട് ഹൃദയത്തെ കഴുകുന്നതാണ് അനുതാപം. നീതിസൂര്യനായ തമ്പുരാനെ നെഞ്ചകത്തിൽ ഏറ്റുവാങ്ങുകയും അവൻ്റെ തിരുവചനങ്ങളുടെ പ്രഭ നമ്മെ ഏറെ മാർദ്ദവമുള്ളതാക്കി തീർക്കുന്ന അനുഭവമാണ് അനുതാപം. രണ്ടാമതായി, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ആത്മതപനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആത്മതപനം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നിഷ്ഠയോടും ചിട്ടയോടും കൂടി നോമ്പെടുക്കുന്ന അനുഭവമാണ്. നിനിവയിലെ ആളുകൾ പ്രവാചകനായ യോനയുടെ വാക്ക് കേട്ടുകൊണ്ട് രാജാവ് പോലും രാജവസ്ത്രം മാറ്റി രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ചാക്കുശീല തിരിച്ച് നിനിവയിലെ ആളുകൾ അയ്യം വിളിച്ച് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ അനുഭവം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആത്മതപനത്തിൻ്റെ അനുഭവമാണ്. മൂന്നാമതായി, ഈ നോമ്പിൽ നമുക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് നമ്മളേറെ ആത്മസംയമനമുള്ളവരായി മാറണം. ആത്മസംയമനം എന്ന് പറയുമ്പോൾ അത് സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. ആത്മീയ അച്ചടക്കമുള്ളവരായി നമ്മൾ മാറണം. അടുക്കും ചിട്ടയുമുള്ളവരായി മാറണം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ കുത്തഴിഞ്ഞ പുസ്തകങ്ങൾ പോലെയാണ്. ഒന്നിനും ഒരു അടുക്കും ചിട്ടയുമില്ല. അത് കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലായാലും നമ്മുടെ ആത്മീയ ജീവിതത്തിലായാലും ഒന്നിനും ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു കാലമാണ്. ഒരു വല്ലാത്ത അസുരമായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സദൃശ്യവാക്യം 25-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മളോട് പറയുന്നുണ്ട്, ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലുകളില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ്. ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലുകളില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ്. നമ്മൾ ഈ സംസാര ലോകത്തിലൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഒരാത്മീയ പക്വതയുള്ളവരായി ഒരാത്മസംയമനമുള്ളവരായി മാറുവാൻ നമുക്ക് സാധിക്കണം. നാലാമതായി, ഈ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ആത്മസംസ്കാരമുള്ളവരായി ഒരു സംസ്കൃതിയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മൾ കുറച്ചുകൂടി സംസ്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, മുന്തിരി അത് തോട്ടത്തിൽ വിളയുമ്പോൾ അതിൻ്റെ കുല അറുത്തുകൊണ്ട് വന്ന് അത് നല്ലവണ്ണം ശുദ്ധജലത്തിൽ പല ആവർത്തി കഴുകി അതിൻ്റെ വിഷാംശങ്ങളെല്ലാം മാലിന്യങ്ങളെല്ലാം പോക്കി അത് സൂര്യൻ്റെ പ്രകാശത്തിലിട്ട് ഉണക്കി അതിൻ്റെ ജലാംശമെല്ലാം വറ്റിച്ച് നമ്മളതൊരു ഭരണിയിലിട്ട് വെക്കും. എന്തിനു വേണ്ടിയാ? കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഏറെ വീര്യമുള്ളതായി മാറും. കുറച്ചുകൂടി ഗുണമുള്ളതായി, കുറച്ചുകൂടി പ്രാധാന്യമുള്ളതായി ഒരു വസ്തുവായി അത് രൂപാന്തരപ്പെടും. അതുപോലെയാണ് ഈ നോമ്പിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മലിനതകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അസുരതകൾ, ആസക്തികൾ, ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപത്തിൻ്റെ സ്വാധീനങ്ങൾ, പാപ സ്വഭാവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ തിരുമുമ്പാകെ കടന്നു വന്ന് അതിനെ മരിപ്പിക്കുകയും യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വെളിപാട് പുസ്തകം പറയുന്നു, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്ന പ്രഭാഗ്യവാന്മാർ. കർത്താവിന്റെ തിരുരക്തത്തിലൂടെയുള്ള ഒരു കഴുകലാണ് ഈ ആത്മസംസ്കാരത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. അഞ്ചാമതായി, നമ്മൾ ആത്മസമർപ്പണമുള്ളവരായി മാറണം. നമ്മുടെ ജീവിത അനുഭവത്തിൽ നമ്മൾ ആത്മസമർപ്പണമുള്ളവരായി മാറണം.
സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമ്യക്കായ അർപ്പണമാണ്. ശരീരാത്മദേഹികളുടെ സമ്യക്കായ അർപ്പണമാണ് സമർപ്പണം. യശസ്വരീനായ സുകുമാർ അഴീക്കോട് അദ്ദേഹം പലപ്പോഴും ക്രിസ്ത്യൻ വേദികളിലൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും നമ്മളെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് മറ്റൊരു മതവിഭാഗങ്ങളിലും കേൾക്കാത്ത ഒന്നാണ് ഈ സമർപ്പണം എന്ന് പറയുന്ന വാക്ക്. ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അദ്ദേഹം പലപ്പോഴും പ്രസംഗിക്കാറുള്ളതാണ്. ഇസ്ലാം മതവേദികളിലോ അല്ലെങ്കിൽ ഹിന്ദു മതവേദികളിലോ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വേദികളിൽ കടന്നുപോയാൽ, ഒരു ആലയത്തിലേക്ക് കടന്നുപോയാൽ അവരങ്ങനെ എപ്പോഴും ആ വാക്ക് ഉപയോഗിക്കാറില്ല. അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അദ്ദേഹം നമ്മളെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, കാരണം അതിലുമുണ്ട് ഒരു പണം, അതിലുമുണ്ടൊരു പണം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പദമാണെന്ത്? സമർപ്പണം. പ്രിയമുള്ളവരെ, എന്താ ഈ സമർപ്പണം? നമ്മുടെ സമർപ്പണത്തിന്റെ ആ ആത്മീയതയുടെ ഗ്രാഫ് ഉയരുന്നതെന്ന അത് ഒരു ശരാശരി ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ദേവാലയത്തിലേക്ക്, പ്രത്യേകിച്ച് പലരും പ്രഭാത നമസ്കാരം തുടങ്ങി കടന്നു വരുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് കാലം കൂടി ആയതുകൊണ്ട് ആരാധനയിൽ അത് ഭവനത്തിൽ ഇരുന്നു കൊണ്ടൊക്കെ നമ്മൾ കാണുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ സാധാരണ ഒരു ആത്മീയ കാലഘട്ടത്തിൽ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരനുഭവം എന്ന് പറയുന്നത് സ്ലീവ ആരാധനയുടെയും കർത്താവിൻ്റെ കുരിശ് കുമ്പിടിൻ്റെയും സമയമാണ്. നമ്മൾ വരിവരിയായി ദേവാലയത്തിലേക്ക് കടന്നു വരും. വളരെ ആത്മഭാവത്തോടു കൂടിയാണ് നമ്മൾ കടന്നു വരുന്നത്. നമ്മൾ കടന്നു വന്ന് ആ കർത്താവിനെ കുരിശിൽ നിന്നിറക്കി, ആ ഗോകുൽത്തായിൽ നിന്നിറക്കി കർത്താവിൻ്റെ ഭൗതിക ശരീരം ആചാര്യൻ ഒരു വെള്ളശീലയിൽ പൊതിഞ്ഞ് തിരുവചനം കൊണ്ടുവച്ച് അതിൽ ധൂപം അർപ്പിച്ച് അത് വരിവരിയായി നമ്മൾ ഓരോരുത്തരായി കടന്നു വന്ന് അത് കുമ്പിട്ട് നമ്മൾ മടങ്ങി നമസ്കരിക്കും. അതിൻ്റെ ഒരു ഭാവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ തിരുമുറിവുകളെ ചുംബിക്കുന്ന ഒരു അനുഭവമാണ് ഈ ദുഃഖവെള്ളിയാഴ്ചയിലെ ഈ സ്ലീബ വന്ദനവിൻ്റെ സമയം. നമ്മുടെ കർത്താവിൻ്റെ തിരുമുറിവുകളെ ചുംബിക്കുന്ന സമയമാണ്. നമ്മളവിടേക്ക് കടന്നു വരും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന നേർച്ച സമർപ്പിക്കും. കർത്താവിനെ നമ്മൾ ചുംബിക്കും. കർത്താവിനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ ചിലര് ആ കുരിശയിലും ചുംബിക്കും, വേദപുസ്തകത്തിലും ചുംബിക്കും, പലയാവർത്തി ചുംബിക്കുവാൻ ശ്രമിക്കും. നമുക്ക് അവിടെ നിന്ന് പോകുവാനായിട്ട് താല്പര്യമില്ലാത്തൊരു സമയമാണ് നേരം. എത്ര ചുംബിച്ചാലും മതിയാകുകയില്ല. പക്ഷേ നമ്മൾ ഒന്ന് ശാന്തമായി കർത്താവിനെ ചുംബിക്കുമ്പോൾ ഒന്ന് ശാന്തമായി ഒന്ന് കാതോർത്താൽ കർത്താവ് നമ്മളോട് ചോദിക്കും, ഇതുപോലെ ഒരാൾ എന്നെ പണ്ട് ചുംബിച്ചു. 2000 വർഷങ്ങൾക്കപ്പുറം എൻ്റെ കൂടെ നടന്ന് എൻ്റെ എല്ലാ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞൊരു വ്യക്തി ആരാണ്? അത് യൂദയാണ്. നിന്റെ ചുംബനം യൂദയുടെ ചുംബനം പോലെയാണോ? കർത്താവ് നമ്മളോട് ചോദിക്കും, ശാന്തമായി ചോദിക്കും. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഈ വർഷം നമ്മൾ ആത്മാർത്ഥമായി ആ കുരിശ് കുമ്പിടുമ്പോൾ, കർത്താവിൻ്റെ മുറിപ്പാടുകളെ ചുംബിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ, ആത്മസമർപ്പണത്തോടെ, ഏറെ അനുതാപത്തോടെ, കണ്ണുനീരോടെ ഞാൻ നിങ്ങളും കടന്നു വന്ന് കർത്താവിനെ ചുംബിക്കുമ്പോൾ കർത്താവ് ചോദിക്കും, നിന്റെ ചുംബനം യൂദയുടെ ചുംബനമാണോ? കാരണം യൂദയുടെ ചുംബനം ഒറ്റിക്കൊടുക്കലിന്റെ ചുംബനമായിരുന്നു. കർത്താവിനെ ഒറ്റിക്കൊടുക്കലിന്റെ ചുംബനമായിരുന്നു യൂദയുടെ ചുംബനം. അതുകൊണ്ട് നിന്റെ ചുംബനം യൂദയുടെ ചുംബനം പോലെയാണോ എന്ന് തമ്പുരാൻ കർത്താവ് നമ്മുടെ ഹൃദയത്തോടെ, നമ്മുടെ കാതുകളോട്, നമ്മുടെ ജീവിതത്തോടെ സംസാരിക്കും. പ്രിയമുള്ളവരെ, ഞാനെൻ്റെ ആമുഖ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഈ സായം സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുവാണ്ടൊക്കെ വേണം തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യമാണ്. യേശു ദേവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞ് അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. യേശു തമ്പുരാൻ ഹോസന്ന പെരുന്നാളിൽ ആരാധനയുടെ ആ തീവ്രമായ അനുഭവത്തിൽ തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നടക്കുന്നതായ ഒരനുഭവമാണ്. കർത്താവിൻ്റെ യെരൂശലേം ദേവാലയത്തിലേക്കുള്ള ഒരു ജൈത്രയാത്രയാണ്.
പ്രിയമുള്ളവരെ, എന്താണ് ദേവാലയം? ഊഷരമായ ഈ ഭൂമിയിലെ നന്മയുടെ മരിപ്പച്ചയാണ് ദേവാലയം. ഒരു ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ലോകത്തിന്റെ മരുവൽക്കരിക്കപ്പെട്ട സാന്നിധ്യങ്ങളിൽ നിന്ന് ഒന്ന് വേറിട്ട്, അലച്ചലുകളിൽ നിന്ന് ഒന്ന് വേറിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഒന്ന് മുട്ടുകുത്തി ഒന്ന് രണ്ടു തുള്ളി കണ്ണുനീർ പൊഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, ഊഷരമായ ഈ ഭൂമിയിലെ നന്മയുടെ മരിപ്പച്ചയാണ് ദൈവാലയം. നിത്യജീവന്റെ നീർച്ചാലുകൾ പരിസരങ്ങളിലേക്ക് പ്രവഹിക്കുന്ന ഇടമാണ് ദേവാലയം. ദേവാലയ സങ്കല്പങ്ങളെ പറ്റി 84 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. 84 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യം: സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. അവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്, കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് കൂട് കണ്ടെത്തുന്ന, അവയ്ക്ക് പാർക്കുവാൻ ഇടം കണ്ടെത്തുന്ന ഇടമാണ് ദേവാലയത്തിലെ പ്രധാന സ്ഥലമായ അതിവിശുദ്ധ സ്ഥലത്തെ ഈ യാഗപീഠം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? പ്രിയമുള്ളവരെ, ഒരു യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒരിക്കലും ഒരു പക്ഷിക്കും കൂട് കെട്ടുവാൻ കഴിയുകയില്ല. കാരണം യാഗപീഠത്തിൽ എപ്പോഴും അഗ്നിക്കല്ലുകൾ ഇങ്ങനെ എരിഞ്ഞുകൊണ്ട്, യാഗവസ്തു ഇങ്ങനെ എരിഞ്ഞ് അതിന്റെ സുഗന്ധം സ്വർഗത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഓരോ യാഗപീഠത്തിന്റെയും അനുഭവം. അവിടെ ആൾപെരുമാറ്റങ്ങളുണ്ട്, അവിടെ എപ്പോഴും ശബ്ദ അനുഭവമുണ്ട്, ശബ്ദമുഖരിതമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു കുരുവിക്കും ഒരു മീവൽ പക്ഷിക്കും ആ ദേവാലയത്തിന്റെ യാഗപീഠത്തിൽ കൂട് കണ്ടെത്തുവാൻ സാധിക്കുന്നത്? സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിലൂടെ നമ്മുടെ ഹൃദയത്തോടാണ് സംവദിക്കുന്നത്. സങ്കീർത്തനക്കാരൻ നമ്മുടെ ജീവിതത്തോടാണ് സംവദിക്കുന്നത്. എന്താണ് പ്രിയമുള്ളവരെ? തലമുറകളെ ബലിപീഠത്തോട് ചേർത്ത് നിർത്തുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? തലമുറകളെ ബലിപീഠത്തോട് ചേർത്ത് നിർത്തുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ആ വാക്കിന്റെ അർത്ഥം. നൊന്തു പ്രസവിച്ച ജന്മം നൽകിയ ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന നമ്മുടെ തലമുറയെ ദേവാലയ സംസ്കൃതിയോട്, ദൈവത്തിന്റെ ബലിപീഠത്തോട് ചേർത്ത് നിർത്തുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് ഈ 84 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ദൈവാലയം അവന്റെ ജീവിതത്തിന്റെ, അവന്റെ അസ്തിത്വത്തിന്റെ തന്നെ ഭാഗമാണ്. പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് അവന് പ്രധാനപ്പെട്ട ഇടമാണ് ദേവാലയം, യെരൂശലേം ദേവാലയം. അവിടെ പെരുന്നാളുകൾക്ക് അവർ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലായാലും പ്രധാനപ്പെട്ട പെരുന്നാളുകളായ എല്ലാ പെരുന്നാളുകൾക്കും അവർ ദേവാലയ അനുഭവങ്ങളിലേക്ക് കടന്നു വരും. ഇവിടെ ഇതാ യേശു തമ്പുരാൻ തൻ്റെ പിതാവിൻ്റെ ആലയത്തിലേക്ക്, യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ചില അനുഭവങ്ങൾ, ചില അടരുകൾ കർത്താവിനെ നൊമ്പരപ്പെടുത്തുകയാണ്. ദൈവനിഷേധത്തിന്റെ ദുർഭൂതങ്ങൾ ദേവാലയ സംസ്കൃതിയെ ഗ്രസിച്ചിരിക്കുന്നു. യേശു തമ്പുരാൻ ചാട്ടവാറുമായി യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അത് ചാട്ടവാറ് കൊണ്ട് അടിച്ചു പുറത്താക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദേവാലയ സംസ്കൃതിക്ക് ചില വേറിട്ട അനുഭവങ്ങളുണ്ട്, ചില നവീനമായ അനുഭവങ്ങളുണ്ട്. ദേവാലയ സംസ്കാരത്തിന് തനതായ ചില അനുഭവങ്ങളുണ്ട്. പക്ഷേ താൻ ഇന്നയോളം പരിചയമാക്കിയ ദേവാലയ സങ്കല്പങ്ങൾക്ക് വിപരീതമായി ദൈവനിഷേധത്തിന്റെ ദുർഭൂതങ്ങൾ ദേവാലയ സംസ്കൃതിയെ ഗ്രസിച്ചിരിക്കുന്നു. ലോകത്തിന്റെ മോദങ്ങൾ, കച്ചവട സംസ്കാരത്തിന്റെ ചില അനുഭവങ്ങൾ ഇതാ ദേവാലയ സംസ്കാരത്തെ വല്ലാതെ വിഴുങ്ങിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, തമ്പുരാൻ പറയുന്നത്, എൻ്റെ ആലയം അത് പിതാവിന്റെ ഭവനമാണ്, അത് പിതാവിന്റെ ഭവനമാണ്. പിതാവിന്റെ ഭവനം മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പിതാവിന്റെ ഭവനം മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടത്. ഏതെങ്കിലും ഒരു മകൻ സ്വാധീനം കൊണ്ടും അധികാര അനുഭവങ്ങൾ കൊണ്ടും അപ്പന്റെ ഭവനം അപ്പനെ വീട്ടുതടങ്കലിലാക്കി വെച്ചുകൊണ്ട്
ആക്കുന്ന ഒരു പ്രവണത കടന്നു വരുന്നുവെങ്കിൽ, അവന് മാത്രം സ്വന്തമാക്കുന്നുവെങ്കിൽ, അവന് മാത്രം അവകാശമുള്ളതായി അതിനെ മാറ്റിമറിക്കുന്നുവെങ്കിൽ, ഓർക്കുക, തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവാലയ സംസ്കാരത്തിന്റെ അനുഭവങ്ങൾ അവിടെ പാടേ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? വേദവചനങ്ങൾ പറയുന്നു, അവൻ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരോട് പക്ഷം ചേരുവാനാണ് തമ്പുരാൻ കടന്നു വരുന്നത്. തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവനെ അനുധാവനം ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ, അടിച്ചമർത്തപ്പെട്ടവർ, രോഗികൾ, അംഗവിഹീനർ, സമൂഹത്തിലെ കീഴാളന്മാർ, പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അങ്ങനെ സമൂഹത്തിലെ അധസ്ഥിതരായ ആളുകളെ നെഞ്ചോട് ചേർത്ത് വിടുത്തുന്ന ഒരു വേറിട്ട ഒരു ആത്മീയ ഭാവമാണ് യേശു തമ്പുരാനിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ പരിചയപ്പെടുന്നത്. പക്ഷേ തമ്പുരാന്റെ ഭവനം, ദൈവത്തിന്റെ ആലയം, പിതാവിന്റെ ഭവനം, അവിടെ ഇതാ സമൂഹത്തിലെ തമസ്കരിക്കപ്പെട്ടവർക്ക് സ്ഥാനമില്ലാത്തതായി വരുന്നു. കാരണം അവിടെ ഒരു കൂട്ടം ആളുകൾ ആ ദേവാലയ സംസ്കാരത്തെ കൈയടക്കി വെച്ചിരിക്കുന്നു. അത് കച്ചവടശാലയായി, വാണിഭശാലയാക്കി മാറ്റി ദൈവനിഷേധത്തിന്റെ ദുർഭൂതങ്ങൾ വേട്ടയാടുന്ന തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് ദേവാലയ സംസ്കാരം അവിടെ മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ അവിടെ ചാട്ടവാറുമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, ദേവാലയ സങ്കല്പം എന്ന് പറയുമ്പോൾ വേദപുസ്തക പഠിതാക്കൾ അതിന് 3 മാനങ്ങൾ നൽകുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ദേവാലയ അനുഭവമാണെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം. തത്വചിന്തകനായ ബെർണാഡ് ഷാ പറയുന്നുണ്ട്, നിന്റെ ഭവനം ഒരു ദൈവാലയം ആകണം, അതിലെ അന്യമായി നീ രൂപാന്തരപ്പെടണം. തത്വചിന്തകനായ ബെർണാഡ് ഷാ പറയുന്നതാണ്, നിന്റെ ഭവനം ഒരു ദേവാലയമായി മാറണമെങ്കിൽ നീ അതിലെ അന്യമായി രൂപാന്തരപ്പെടണം. മറ്റുള്ളവന്റെ വിശപ്പടക്കുവാൻ നീ നിന്റെ അധ്വാനങ്ങളും നിന്റെ കഴിവുകളും നിന്റെ താലന്തുകളും വിനിയോഗിക്കപ്പെടുമ്പോൾ നിന്റെ ഭവനം ഒരു ദൈവാലയമായി മാറ്റപ്പെടുമെന്ന് തത്വചിന്തകനായ ബെർണാഡ് ഷാ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ദേവാലയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും. അത് സസ്യങ്ങളായാലും പറവകളായാലും സകല ചരാചരങ്ങളും അത് ദൈവത്തിന്റെ വാക്കാൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നത്, തൂണിലും തുരുമ്പിലും ദൈവ സാന്നിധ്യമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ദേവാലയമാണ്. രണ്ടാമതായി, നാം ദൈവത്തെ ആരാധിക്കുവാൻ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടും പടുത്തുയർത്തുന്ന ആലയങ്ങളുണ്ട്. ആ ആലയങ്ങൾ അതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ സഭയിൽ പിതാക്കന്മാർ കടന്നു വന്ന് പ്രാർത്ഥന കൊണ്ട് വിശുദ്ധ തൈലം ഉപയോഗിച്ച് അതിനെ ശുദ്ധീകരിച്ച് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളം നൊന്ത് കലങ്ങി കാർമികൻ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഈ ദേവാലയ അനുഭവത്തെ പറ്റി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം പടുത്തുയർത്തുന്ന ഈ ആലയങ്ങൾ, ദൈവത്തിന്റെ കൂടാരം, ദൈവത്തിന്റെ ഭവനം, അത് ദേവാലയമാണ്. മൂന്നാമതായി ഒരു സങ്കല്പമുള്ളത് 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യമാണ്. നമുക്ക് സുപരിചിതമായ വാക്യമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ അധിവസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പരിശുദ്ധനായ പൗലോസ് ദേവാലയ സങ്കല്പങ്ങൾക്ക് മറ്റൊരു നൂതനമായ ഒരു ഉപമ അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നൂതനമായ ഒരു ശൈലി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്ന ഇടമാണ് നിന്റെ ഹൃദയം, നിന്റെ ജീവിതം. അവിടുത്തെ ബലിപീഠം നിന്റെ ഹൃദയമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗരസ്ത്യ വിചാരത്തിൽ, പൗരസ്ത്യ ആധ്യാത്മികതയിൽ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ദേവാലയത്തെയും അതുപോലെ തന്നെ വിശ്വാസികളായി പരിശുദ്ധ മാമോദീസായുടെ അനുഭവത്തിലൂടെ നാം പ്രവേശിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ മൂറോൻ തൈലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയങ്ങളാണ്, പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഇടങ്ങളാണ്, സഞ്ചരിക്കുന്ന ദൈവാലയങ്ങളാണ് ഞാനും നിങ്ങളും. പക്ഷേ ഈ ദൈവാത്മാ സങ്കല്പം, ഈ ദൈവാത്മാവിന്റെ അധിവാസം
പരിശുദ്ധാത്മാവിന്റെ ആവാസ മേഖലയായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? പലപ്പോഴും ജീവിതത്തിന്റെ പരിസരങ്ങളിൽ ആസക്തികളും പ്രലോഭനങ്ങളും പാപത്തിന്റെ സ്വാധീനങ്ങളും നമ്മളെ വേട്ടയാടി പാപം നമ്മളെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഈറ്റില്ലങ്ങളായി മാറേണ്ട ഞാനും നിങ്ങളും പലപ്പോഴും ദേവാലയ സംസ്കാരത്തിൽ നിന്ന് വേറിട്ട ജീവിത ശൈലികളിലേക്ക് ഞാനും നിങ്ങളും തരം താഴ്ന്നു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് യേശു തമ്പുരാൻ ചാട്ടവാറുമായി യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചത് ദേവാലയ സംസ്കാരം അത് കച്ചവട സംസ്കാരമായി തരം താണതുകൊണ്ടും തന്റെ പിതാവിന്റെ ഭവനം അത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയത് കൊണ്ടുമാണ് തമ്പുരാൻ ചാട്ടവാറുമായി ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് കയറിയത്. ആ ദേവാലയത്തെ ശുദ്ധീകരിച്ചത്, അവിടെ ദേവാലയ സംസ്കൃതിയെ മലീമസമാക്കി എല്ലാവരെയും അടിച്ച് പുറത്താക്കിയത്. ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചു. അതിനകത്ത് ഒരു കഥ ഇങ്ങനെ വായിച്ചു. ആ കഥ വേദപുസ്തകത്തിലെ വളരെ സുപരിചിതമായൊരു സംഭവം ആ ഗ്രന്ഥകർത്താവ് അത് വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ഭാവനയിൽ അത് അവതരിപ്പിക്കുകയാണ്. പക്ഷേ ആ കഥ അങ്ങോട്ട് തുടങ്ങി കുറെ കഴിയുമ്പോൾ അതിന്റെ ഗതി ഒന്ന് മാറുകയാണ്. അദ്ദേഹം ഒന്ന് മാറ്റി എഴുതുകയാണ്. മറ്റൊന്നുമല്ല, നോഹയുടെ ചരിത്രമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ അനുഭവമാണ്. യഹോവയായ ദൈവം പിതാവായ നീതിമാനായ നോഹയെ അടുത്ത് വിളിച്ച് നോഹയോട് പറയുന്നുണ്ട്, അല്ലയോ നോഹയെ, കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ഇന്ന് വരെ കാണാത്തൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകും, ഒരു വലിയ പ്രതിഭാസം ഉണ്ടാകും. എന്താണ്? മഴ പെയ്യും. മഴ പെയ്യുക മാത്രമല്ല, ഈ പ്രപഞ്ചം വെള്ളപ്പൊക്കം കൊണ്ട് ഈ പ്രപഞ്ചം നശിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഈ മഹാപ്രളയത്തിൽ നിന്ന് നീ രക്ഷപ്പെടുവാൻ ഞാൻ പറയുന്നത് പോലെ നീ ഒരു പെട്ടകം പണിയണം. നോഹയ്ക്ക് ഒരു മറുചോദ്യങ്ങളുമില്ല. യഹോവയുടെ വാക്ക് കേട്ട് നോഹ അതിൽ വിശ്വസിക്കുകയാണ്. നോഹ യഹോവയുടെ വാക്ക് മനസ്സിലാക്കി ദൈവത്തിന്റെ യഹോവയുടെ മനസ്സ് നോഹ വായിച്ചറിഞ്ഞുകൊണ്ട് യഹോവ കൽപ്പിച്ചതുപോലെ നിശ്ചിത അളവിലും വലിപ്പത്തിലും ഗോഫർ മരങ്ങൾ വെട്ടിയിട്ട് അത് പലകകളാക്കി ഒരു പെട്ടകം അവിടെ പണിയുകയാണ്. നോഹ ഈ പ്രപഞ്ചത്തോട് വിളിച്ചു പറയുന്നു, അല്ലയോ, വലിയ പ്രളയം കടന്നു വരാൻ പോകുകയാ, രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറണം. പ്രിയമുള്ളവരെ, കേട്ടവരൊക്കെ അതനുസരിച്ച് നോഹയുടെ വാക്കുകളോട് പ്രതികരിക്കുകയാണ്. പക്ഷേ മനുഷ്യ സമൂഹം നോഹയുടെ വാക്കുകൾ പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ്. മൃഗങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വന്നു. നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറി. പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. അവിടെ വേദപുസ്തകത്തിലെ ആ കഥ അവിടെ ഒരു ഫുഡ് സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഗ്രന്ഥകർത്താവ് അതൊന്ന് മാറ്റി എഴുതുകയാണ്. കാരണം അവിടെ ഗ്രന്ഥകർത്താവ് ഇങ്ങനെയാണ് പിന്നീട് ഓർമ്മിപ്പിക്കുന്നത്, ഒരു ദിവസം കഴിഞ്ഞു, ആഴ്ചകൾ പിന്നിട്ടു, മഴ പെയ്യുന്നില്ല. വേദപുസ്തകത്തിൽ പറയുന്നത് പോലെയല്ല, അല്പം ഒന്ന് ഗതി മാറി ആ ഗ്രന്ഥകർത്താവ് പറയുകയാണ്. ആഴ്ചകൾ പിന്നിട്ടു, മാസങ്ങൾ പിന്നിട്ടു, മഴ പെയ്യുന്നില്ല. നോഹയുടെ മക്കൾ പിതാവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നോഹയോട് പറയുക, അല്ലയോ അപ്പാ, നീ നിന്റെ കാത് ഈ പെട്ടകത്തിന്റെ ഈ പലകയോടൊന്ന് ചേർത്ത് പിടിക്കുക. നീ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. പെട്ടകത്തിന് പുറത്തുള്ളവരെല്ലാം നമ്മളെ കളിയാക്കുകയാണ്, നമ്മളെ ഭ്രാന്തരെന്ന് വിളിച്ച് പരിഹസിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ അപ്പം പ്രവർത്തിക്കണം. എന്താണെന്നറിയാമോ? ഈ പെട്ടകത്തിന്റെ വാതിൽ അങ്ങ് തുറക്കണം. മക്കള് പറയുക, നോഹയുടെ മക്കൾ നോഹയോട് പറയുക, കഥയിൽ പറയുക, ഈ പെട്ടകത്തിന്റെ വാതിൽ അങ്ങ് തുറക്കണം. എന്നിട്ട് അതിലൊരു മുൻപിലൊരു പരസ്യപ്പലക കെട്ടിത്തൂക്കണം. എന്താണ്? കാഴ്ച ബംഗ്ലാവ് എന്ന് എഴുതി വെക്കുക. ഇപ്പൊ പറ്റിയ അവസരമാ, കോടികൾ കൊയ്യാം. കാരണം ധാരാളം ആളുകൾ മഴ പെയ്യുന്നുണ്ടോ, വെള്ളപ്പൊക്കം വരുന്നുണ്ടോ എന്നൊക്കെ കാണുവാനായിട്ട് പെട്ടകത്തിന് ചുറ്റും തടിച്ചുകൂടിയിട്ടുണ്ട്. മഴ പെയ്യാത്തത് കൊണ്ട് അവരൊക്കെ നമ്മളെ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് ആളൊന്നുക്ക് 10 രൂപ നിരക്കിൽ, ആ ഗ്രന്ഥകർത്താവ് പറയുന്നത് അങ്ങനെയാ, ആളൊന്നുക്കിന് 10 രൂപ നിരക്കിൽ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് കയറ്റി ഇറക്കി വിട്ടാൽ മതി. കാരണം ഈ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ ഇവർ കാണാത്ത സകല ചരാചരങ്ങളും സകല മൃഗങ്ങളും എവിടെയുണ്ട്? ഈ പെട്ടകത്തിനകത്തുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ആ കഥ പറഞ്ഞ് ആ ഗ്രന്ഥകർത്താവ് അവസാനം കോറിയിടുന്ന ഒരു വരിയുണ്ട്. എന്താണെന്നറിയാമോ? കൃപയുടെ കൂടാരങ്ങളിൽ ഇന്നും കച്ചവടത്തിന് പഞ്ഞമില്ല. അത് ഗ്രന്ഥകർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്, കൃപയുടെ കൂടാരങ്ങളിൽ ഇന്നും കച്ചവടത്തിന് പഞ്ഞമില്ല. പ്രിയമുള്ളവരെ, ദേവാലയ സംസ്കാരം ചന്ത സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യതിരക്തമായ ഒരു അനുഭവമാണ്. ദേവാലയ സംസ്കാരം നിസ്വാർത്ഥ സമർപ്പണത്തിന്റെ
ആത്മീയതയുടെ ഉണർത്തുപാട്ടാണ് ദേവാലയ സംസ്കാരം. ആത്മീയ സംസ്കൃതിയുടെ അച്ചുതണ്ടാണ് ദേവാലയ സംസ്കാരം. പക്ഷേ യേശുദമ്പുരാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് കച്ചവട സംസ്കാരത്തിന് തത്തുല്യമായ ചില ഭാവങ്ങൾ, ചില ചലനങ്ങൾ, ചില കാഴ്ചകൾ തമ്പുരാനെ വല്ലാതെ അവിടെ ശുണ്ഠി പിടിപ്പിക്കുക. അതുകൊണ്ടാണ് കർത്താവ് ചാട്ടവാറുമായി ദേവാലയത്തിലേക്ക് യേശുദമ്പുരാൻ പ്രവേശിക്കുന്നത്. അതിര് കവിഞ്ഞ ഒരു ലാഭേച്ഛ ദേവാലയ സംസ്കാരത്തിൽ യേശുദമ്പുരാൻ കാണുകയാണ്. അതിര് കവിഞ്ഞ ഒരു ലാഭേച്ഛ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മുടെ ആത്മീയ സംസ്കൃതിയിലും അതിര് കവിഞ്ഞൊരു ലാഭേച്ഛ എന്നെ നിങ്ങളെയൊക്കെ വേട്ടയാടാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ദൈവത്തെ സമീപിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി മാത്രം ദൈവത്തെയും ദേവാലയ സംസ്കാരത്തെയും കാണുന്ന ഭൂരിഭാഗം ഉള്ള ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ദേവാലയത്തിലൊക്കെ റിക്വസ്റ്റ് നോട്ട് പെർമിറ്റഡ്, ആവശ്യങ്ങൾ പറയുവാൻ, ആവശ്യങ്ങൾ അവതരിപ്പിക്കുവാൻ ഇടമില്ല, അവസരമില്ല എന്ന് നമ്മുടെ ദേവാലയത്തിലൊക്കെ എഴുതി വെച്ചാൽ നമ്മുടെ ആത്മീയ സംസ്കൃതിയുടെ മാമാങ്കങ്ങളൊക്കെ എവിടെ ചെന്ന് നിൽക്കും? നമ്മുടെ ആധ്യാത്മികതയൊക്കെ എവിടെ ചെന്ന് നിൽക്കും? പലപ്പോഴും നമ്മുടെ ആത്മീയ സംസ്കാരം തരംനാണ് പോകുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി മാത്രം ദൈവത്തെ തളച്ചിടുമ്പോഴാണ് നമ്മുടെ ആത്മീയ സംസ്കാരം ഒരു കച്ചവട സംസ്കാരമായി അതിര് കവിഞ്ഞൊരു ലാഭേച്ഛയിലേക്ക് പലപ്പോഴും കടന്നു പോകുന്നത്. അതിനപ്പുറമായി ദൈവത്തോട് ഒന്ന് ഇഴുകിച്ചേരുവാൻ വേദപുസ്തകം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ഒരു വാഗ്മയ ചിത്രമാണ് പെസഹ തിരുനാളിൽ യേശുദമ്പുരാന്റെ മാറോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹായുടെ ആ ഒരു അനുഭവം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ഭാവത്തിൽ, ആത്മീയ ജീവിതത്തിൽ കർത്താവിനെ നെഞ്ചോട് ചേർത്തിരിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും രോഗങ്ങളും എന്തു വന്നാലും എൻ്റെ ദൈവത്തിൽ നിന്ന് ഒരു നാളും അത് അകറ്റുകയില്ല എന്നുള്ള ഒരു ആത്മീയ ഭാവത്തോടുകൂടി ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളിപ്പോൾ കൊറോണയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പ്രവാസികളെയാണ്, അല്ലേ? ഒരുപക്ഷെ ഈ പ്രസംഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവാസികളായ ആളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കോവിഡ് കാലം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? അത് പ്രവാസികളെ തന്നെയാണ്. പലരുടെയും ജോലി നഷ്ടപ്പെട്ട് ശമ്പളം പോലും കിട്ടാതെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഭൂരിഭാഗം ആളുകളും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് കടന്നു വന്നു. എന്നാൽ ഇനി നാട്ടിൽ ഒന്ന് കൊത്തിക്കളച്ച് കപ്പയിടുകയോ വയലുകൾ അത് കൃഷിക്ക് ഉപയുക്തമായി കൃഷി ചെയ്യാമെന്നൊക്കെ ആഗ്രഹിച്ച് കടന്നു വരുന്നവരൊക്കെ ധാരാളം ആളുകളുണ്ട്. സഫന്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യങ്ങൾ പഠിക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന ചില ആത്മീയ വചനങ്ങൾ നിങ്ങളത് ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. അവിടെ പ്രവാചകൻ പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കുകയില്ല. അവിടെ പറയുക, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. വളരെ ആഗ്രഹത്തോടുകൂടി പ്രവാസികളായി നാട്ടിലേക്ക് കടന്നു വന്ന് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ആഗ്രഹിച്ചതിനൊത്ത ഒരു പ്രതിഫലം കിട്ടാതെ വരും. ഇപ്പൊ നമുക്കറിയാം, ഈ വർഷത്തെ നെൽകൃഷികൾ ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ദേവാലയം ഏവൂരാണ്. ഏവൂരിൽ നിന്ന് ഞാൻ പള്ളിപ്പാട് കടന്നാണ് പരിമലയിലേക്ക് കടന്നു വന്നത്. ഞാൻ പള്ളിപ്പാടൂടെ കടന്നു വരുന്ന സമയത്ത് ആ പറയങ്കേരി ഭാഗത്തൊക്കെ കടന്നു വരുമ്പോൾ കാറ്റിലും മഴയിലും പെട്ട് കൃഷിയെല്ലാം നശിച്ച് വയലിൽ കതിരുകളെല്ലാം അത് ഒടിഞ്ഞ് അവിടെ കിടന്ന് കിളിക്കുന്ന ചില രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, വയലുകളിൽ കൃഷികൾ നശിക്കുന്നു. പ്രവാചകൻ പറയുക, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാക്കുകയില്ല. എന്നാൽ വയലിലെ കൃഷി വിട്ട് ആടുഫാമോ പശു വളർത്തലോ ഒക്കെ തുടങ്ങാന്ന് വെച്ചാൽ അതുവിധ ഒരു പ്രതിഫലം കിട്ടാതെ നശിച്ചു പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ അടിക്കടിക്ക് കടന്നു വരികയാണ്.
ലാഭത്തിന്റെ അനുഭവങ്ങളില്ല, നഷ്ടത്തിന്റെ കഥകൾ മാത്രമാണ്. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്നെ നിങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒക്കെ പലപ്പോഴും പറയുവാനുള്ളത് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ്. പക്ഷെ പ്രവാചകൻ പറയുന്ന അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സഫന്യ പ്രവാചകന്റെ പുസ്തകം 3:18. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. പ്രവാചകന്റെ ഈ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ പരാജയങ്ങൾ വന്നോട്ടെ, നഷ്ടങ്ങൾ വന്നോട്ടെ, ബിസിനസ്സുകൾ തകർന്നു കൊള്ളട്ടെ, നിലകൃഷി പുരയിടങ്ങളെല്ലാം അതിന്റെ ഫലം നൽകാതെ പോകട്ടെ, എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇതാണ് ഒരു ശരിയായ ആധ്യാത്മികത എന്ന് പറയുന്നത്. ലാഭങ്ങൾ മുൻനിർത്തി മാത്രം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ആധ്യാത്മികത, അത് തരംതാണ ഒരു ആധ്യാത്മികതയാണ്. അത് അതിര് കവിഞ്ഞ് ലാഭേച്ഛ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന് കടന്നു വരുന്ന ആധ്യാത്മികത, അത് ദൈവസന്നിധിയിൽ ഒരിക്കലും ശുഭകരമായ ആധ്യാത്മികതയല്ല. അതുകൊണ്ട് ലാഭങ്ങളുടെ കണക്ക് നോക്കിയല്ല ദൈവത്തെ പിൻപറ്റേണ്ടത്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ അളവനുസരിച്ചല്ല ദൈവത്തെ പിൻപറ്റേണ്ടത്. പലപ്പോഴും അത്ഭുതങ്ങളുടെ തടവറയിൽ ക്രിസ്തുവിനെ തളച്ചിടുന്ന ബുദ്ധരാധ്യാത്മികത ഉണർവുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ അരങ്ങു തകർക്കുമ്പോൾ, ആധ്യാത്മികതയുടെ പ്രച്ഛന്ന ഭാവങ്ങൾ സമൂഹത്തിൽ അരങ്ങു തകർക്കുമ്പോൾ, സഫന്യ പ്രവാചകന്റെ പുസ്തകം നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന 3-ാം അധ്യായം 17, 18, 19 വാക്യം നമ്മുടെ ജീവിതത്തെ ഒന്ന് വെല്ലുവിളിക്കുന്ന, ഒന്ന് വിമർശിക്കുന്നതായ ഒരു വചനഭാഗമാണ്. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോഴും വിൽക്കുന്നവരും വാങ്ങുന്നവരും അവിടുത്തെ മതപുരോഹിതരും എല്ലാം അവരുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒരേ ലക്ഷ്യമുള്ളൂ, അതിര് കവിഞ്ഞ ലാഭേച്ഛ ദൈവാലയത്തിൽ നിന്ന് കൊയ്തെടുക്കാമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതൊരിക്കലും ആധ്യാത്മിക സംസ്കൃതിയോടെ ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമല്ല. വീണ്ടും കാണുന്നത് ധനത്തിന്റെ ഒരു പിൻബലം ദേവാലയ സംസ്കാരത്തെ വല്ലാതെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു. ധനം കൊണ്ട് എന്തും വാങ്ങാം, എന്ത് ക്രയവിക്രയവും ചെയ്യാമെന്നുള്ള ഒരു തണ്ട്, അത് കമ്പോളത്തിന്റെ മറ്റൊരു സൂചനയാണ്, കമ്പോളത്തിന്റെ മറ്റൊരു ഭാവമാണ്. ധനവും ദൈവവും ഒരിക്കലും സന്ധിക്കാനാവാത്തൊരു ദൂരമുണ്ട് എന്നുള്ള സത്യം ഞാൻ നിങ്ങളും തിരിച്ചറിയണം. വേദപുസ്തകം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു കുടുംബത്തെ കണ്ടുമുട്ടുന്നുണ്ട്. അത് അനന്യാസിന്റെയും സഫീറയുടെയും കുടുംബമാണ്. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്, ഞാനത് വായിക്കുന്നില്ല. നമുക്കറിയാം, അനന്യാസും സഫീറയും അവർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ സ്ലീഹന്മാരുടെ കരങ്ങളാൽ, അവരുടെ വാക്കുകളാൽ, അവരുടെ പ്രസംഗങ്ങളാൽ സമൂഹത്തിൽ രൂപാന്തരങ്ങൾ നടക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, വീര്യപ്രവർത്തികൾ നടക്കുന്നു, രോഗികൾ സുഖമാകുന്നു എന്നൊക്കെ കണ്ടപ്പോൾ അനന്യാസിന്റെയും സഫീറയുടെയും, അവർ സമൂഹത്തിലെ നല്ല ആളുകളാണ്, അവർ സമൂഹത്തിലെ സമുന്നതരായ ആളുകളാണ്, സമ്പന്നതയുടെ നെറുകയിൽ ജീവിക്കുന്നവരാണ്, ധനം ധാരാളമുണ്ട്. അവരുടെ മനസ്സിലൊരാഗ്രഹം, ഞങ്ങൾക്കുള്ള ധനമൊക്കെ വിറ്റുപെറുക്കി അപ്പോസ്തലന്മാരുടെ മുൻപാകെ കൊണ്ടുവച്ച് അവർ എന്ത് അനുഭവത്താലാണ്, എന്ത് സ്വാധീനത്താലാണ് ഇവിടെ ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അവരിൽ നിന്ന് ആ ആത്മീയ സ്വാധീനം, ആ ആത്മീയ കൃപ ഞങ്ങൾക്ക് ഒന്ന് വേണം. അതുകൊണ്ട് ഞങ്ങളുടെ നിലപുരയിടങ്ങളൊക്കെ വിറ്റുപെറുക്കി അത് കൊണ്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിക്കാമെന്ന് അവർ ആഗ്രഹിച്ചു. നമുക്കത് സുപരിചിതമായ വേദഭാഗമാണ്. ആദ്യം അനന്യാസ കടന്നു വന്നത്. പ്രിയമുള്ളവരെ, അനന്യാസ് കടന്നു വന്നു. അനന്യാസ് കടന്നു വന്നപ്പോൾ തന്നെ സ്ലീഹന്മാർക്ക് കാര്യം മനസ്സിലായി. ദൈവാത്മാവ് ഇടപെട്ടു. അനന്യാസിന്റെ ജീവിതത്തെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവന്റെ ധനത്തോടുകൂടി അവൻ അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. ഇതൊന്നും അറിയാതെ അവന്റെ ഭാര്യയായ സഫീറയും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. സഫീറയുടെ മനസ്സിലും ഇത് തന്നെയാണ്. ധനം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വാങ്ങാമെന്നുള്ള ഒരു വല്ലാത്ത വ്യഗ്രതയും വ്യാമോഹവും അവരുടെ ജീവിതത്തെ വല്ലാതെ ഗ്രസിച്ചു. അവളും കടന്നു വന്നു. ദൈവാത്മാവ് ഇടപെട്ട് അവരുടെ ജീവിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവളും അവിടെ മരിച്ചു വീടുന്നു. അവളുടെ ധനത്തോടൊപ്പം അവൾ ആ ഭൂമുഖത്ത് രണ്ടുപേരും ഇല്ലാതാകുന്ന ഒരനുഭവം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആരുടെയെങ്കിലും മനസ്സിൽ എൻ്റെ ധനം കൊണ്ട്,
എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ അധികാരങ്ങൾ കൊണ്ട്, എൻ്റെ പദവി കൊണ്ട് സഭയിൽ, സമൂഹത്തിൽ ദൈവത്തെ പിടിച്ചു വാങ്ങാമെന്നും സഭയുടെ സ്ഥാനമാനങ്ങൾ പിടിച്ചു വാങ്ങാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും അതിനുവേണ്ടി കച്ചകെട്ട് തിറങ്ങുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാകണം, തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ്. നമ്മുടെ ഹൃദയ വയലുകളിലെ ചിന്തകളും ഭാവങ്ങളും അറിയുന്നവനാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഒരു ചെറിയ ചിന്ത ഇങ്ങനെയുണ്ട്, നമ്മുടെ നേർച്ച കാഴ്ചകൾ കൊണ്ട് പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ പറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ ഒരു നേർച്ച അങ്ങ് നേരും. ആ നേർച്ച നേർന്ന് അത് കൊടുത്താൽ നമുക്കത് കിട്ടുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ചിന്ത സ്വാധീനിക്കുന്നുവെങ്കിൽ പലപ്പോഴും അതൊരു കച്ചവട സംസ്കാരത്തിന് തുല്യമാണ്. നേർച്ചകൾ കൊടുക്കണ്ട എന്നോ നേർച്ചകൾ നേരണ്ട എന്നോ അല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ പ്രയാസം കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ ശാന്തമായി ഇരിക്കണം. ദൈവമേ, ഇങ്ങനൊരു പ്രയാസം, ഇങ്ങനൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, ഇത് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്നൊന്ന് വെളിപ്പെടുത്തി തരുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ ഭാവമാണ് ശരിയായ ഒരു ആധ്യാത്മിക ഭാവം. പക്ഷെ ശരാശരി ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പലപ്പോഴും എന്തെങ്കിലും ഒന്ന് കാണാതെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു നേർച്ച തരും. പരിമലപ്പള്ളിയിൽ ഞാനൊരു നേർച്ച കൊടുത്തേക്കാം, അതിലേക്ക് കണ്ടു കിട്ടണം. ഒരു രോഗം വരും, അപ്പോഴും നമ്മളൊരു നേർച്ച തരും. പക്ഷെ ഇതൊരു ശരിയായ ആധ്യാത്മികതയുടെ അനുഭവമല്ല. ഒരു പ്രയാസം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു പരാജയം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വളരെ സുന്ദരമായ ഒരു വാഗ്മയ ചിത്രം, ഒരു വചന മാതൃക അവിടെ കാണുന്നുണ്ട്. എന്നറിയാമോ? രേഖ വിപരീതമായി എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ ദാനിയേൽ തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവിടെ പ്രവാചകന്റെ വാക്കുകളിൽ അവിടെ കോറിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം, അവൻ തൻ്റെ മാളിക മുറിയുടെ കിളിവാതിലുകൾ യെരൂശലേമിന് നേരെ തുറന്നിട്ടു. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു ആത്മീയ പാഠമാണ്. ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രമല്ല ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടത്. എപ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു ആത്മീയ ഭാവം നമുക്കുണ്ടാകണം. അവിടെ പറയുന്നത്, അവന്റെ മാളിക മുറിയുടെ കിളിവാതിലുകൾ യെരൂശലേമിന് നേരെ തുറന്നിട്ടു. എന്നിട്ട് ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തെ നമസ്കരിച്ച് സ്തോത്രം ചെയ്തു. അങ്ങനെ ഒരു പതിവ് അവനുണ്ടായിരുന്നു എന്നാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ മാത്രമല്ല, കഷ്ടതകൾ വരുമ്പോൾ മാത്രമല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമല്ല, തകർച്ചകൾ വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന, ദൈവത്തെ നമസ്കരിക്കുന്ന പൗരസ്ത്യ ആധ്യാത്മികതയുടെ ഒരു തനത് ശൈലിയാണ് അവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ ധനം കൊണ്ട്, നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, നമ്മുടെ അധികാരങ്ങൾ കൊണ്ട് ദൈവത്തെ പിടിച്ചു വാങ്ങാമെന്ന്, സഭയെ നമ്മുടെ കൈകളിലാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് കച്ചവട സംസ്കാരത്തിന് തുല്യമാണ്. സദൃശ്യവാക്യം 23-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിൽ ഇവിടെ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറയുന്നുണ്ട്. സദൃശ്യവാക്യം 23-ന്റെ 4-5 വാക്യം, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. അവിടെ ശലോമോൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്ത് പറന്നുകളയും. അവിടെ ഓർമ്മിപ്പിക്കുകയാണ്, കഴുകൻ ആകാശത്തിലേക്ക് ചിറകെടുത്ത് പറന്നുയർന്നത് പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്ത് നമ്മളെ വിട്ടുപോകും. വീണ്ടും സഭാപ്രസംഗി 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യം കൂടെ വായിക്കാം. അവിടെ പറയുന്നുണ്ട്, സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്. ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്, അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. 2-ാമത്തെ വാക്യം, ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു, അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും അവന് കുറവില്ല, എങ്കിലും അത് അനുഭവിക്കുവാൻ
ദൈവം അവൻ അധികാരം കൊടുക്കുന്നില്ല. അന്യനത്രേ അത് അനുഭവിക്കുന്നത്. അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ. പ്രിയമുള്ളവരെ, സഭാപ്രസംഗി ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് അഗ്നിക്കലകളുടെ രൂപത്തിലാണ് കോരിയിടുന്നത്. ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓർമ്മ വരികയാണ്. 2016 ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് 15 നോമ്പിന്റെയും 8 നോമ്പിന്റെയും കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ദേവാലയത്തിലേക്ക് കടന്നുപോയി. ഒരു ദിവസം പ്രസംഗമൊക്കെ കഴിഞ്ഞ് ദേവാലയത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്പം പ്രായമുള്ളൊരു മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ, ഇന്നത്തെ വചനം ഞാൻ അന്നെടുത്ത് പ്രസംഗിച്ച വചനമാണ് സഭാപ്രസംഗി 6-ാം അധ്യായം 1-2 വാക്യം. ആ വാക്യം അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചു. ആ മനുഷ്യൻ പറയുകയാ, അച്ഛാ, ഈ വചനം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ കാര്യം എന്താ? എൻ്റെ അച്ഛാ, എൻ്റെ 21-ാമത്തെ വയസ്സിൽ ഞാൻ കേരളത്തിൽ നാട് വിട്ടതാ. ഞാൻ ബോംബെയിലേക്ക് കള്ളവണ്ടി കയറി. കാരണം ടിക്കറ്റ് എടുത്ത് പോകുവാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ കള്ളവണ്ടി കയറി ഏകദേശം 1-2 വർഷം ബോംബെയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും ഗൾഫിന്റെ നാടുകളിലേക്ക് ഞാൻ കടന്നു വന്നു. എനിക്ക് ഇവിടേക്ക് കടന്നു വന്നു. ആദ്യമൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടി. എന്നാൽ ഞാനൊരു ബിസിനസ്സൊക്കെ തുടങ്ങി. എൻ്റെ ബിസിനസ് വല്ലാതെ തളർന്ന് പൂത്തൊലഞ്ഞു. ഞാൻ വിവാഹമൊക്കെ കഴിച്ചു. ദൈവം തമ്പുരാൻ എനിക്ക് 4 ആൺമക്കളെ നൽകി. ദൈവം തമ്പുരാൻ എനിക്ക് 4 ആൺമക്കളെ നൽകി. ഞാനാണ് കുടുംബത്തിലെ മൂത്ത വ്യക്തി. എനിക്ക് താഴെ 4 പേരുണ്ട്. ഞങ്ങൾ കുടുംബത്തിൽ 5 മക്കളാണ്. എനിക്ക് താഴെയുള്ള 4 പേർക്കും ദൈവം തമ്പുരാൻ പെൺമക്കളെയാണ് കൊടുത്തത്. ഞാനും എൻ്റെ ഭാര്യയും വല്ലാതെ അഹങ്കരിച്ചു. ദൈവം തമ്പുരാൻ നൽകിയ എനിക്ക് ലഭിച്ച 4 ആൺമക്കളെ ഓർത്ത് ഞാനും എൻ്റെ കുടുംബവും വല്ലാതെ അഹങ്കരിച്ചു. എൻ്റെ സഹോദരങ്ങളെ ഞാൻ വല്ലാതെ കണക്കറ്റ് പരിഹസിച്ചു. ദൈവം തമ്പുരാൻ എനിക്കിഷ്ടം പോലെ വാരി തന്നു. അച്ഛാ, ഇന്നത്തെ വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു. അതെന്താന്ന് ചോദിച്ചാൽ, ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും കുറവ് വരികയില്ല. ഞാൻ ആഗ്രഹിച്ചതൊക്കെ ദൈവം തമ്പുരാൻ തന്നു. പക്ഷേ ആഗ്രഹിച്ചതൊക്കെ ദൈവം തമ്പുരാൻ തന്നപ്പോൾ, ദൈവം വരപ്രസാദങ്ങൾ കൊണ്ട്, അനുഗ്രഹം കൊണ്ട് എന്റെ ജീവിതത്തെ പടുത്തുയർത്തിയപ്പോൾ ഞാൻ വല്ലാതെ അഹങ്കരിച്ചു. ഞാൻ ദേവാലയത്തിൽ എനിക്ക് പോകുവാൻ, വെള്ളിയാഴ്ച എനിക്ക് ദേവാലയത്തിൽ പോകാൻ അവസരമുണ്ട്, അനുവാദമുണ്ട്. ഞാൻ ദേവാലയത്തിൽ പോകുകയില്ല. അന്നും ഞാൻ ദേവാലയത്തിൽ പോകാതെ ഓവർ ടൈം ചെയ്ത് ഞാൻ പണമുണ്ടാക്കി. അച്ഛാ, എനിക്ക് 4 ആൺമക്കൾ. മൂത്തവൻ ഡോക്ടറായിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നു. ഇളയവൻ എഞ്ചിനീയറായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ താഴത്തെ ഇളയത്തങ്ങൾ ടിൻസാണ്. അവർ 2 പേരും എഞ്ചിനീയേഴ്സാണ്. അവർ ഗൾഫിലുണ്ട്. എൻ്റെ അച്ഛാ, മൂത്തവന് വയസ്സ് 41. അവൻ പറയുന്നു അവന് വിവാഹം വേണ്ട. ഇളയവന് വയസ്സ് 39. അവനും പറയുന്നു വിവാഹം വേണ്ട. എൻ്റെ മക്കൾക്കൊന്നും വിവാഹം വേണ്ട അച്ഛാ. ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാ. അച്ഛാ, എനിക്ക് ദൈവം തമ്പുരാൻ ധനം തന്നു, മാനം തന്നു, ഐശ്വര്യം തന്നു. ഞാൻ ആഗ്രഹിച്ചതൊന്നും മുട്ടുവരുത്തിയില്ല. പക്ഷേ ഞാൻ വാരിക്കൂട്ടിയതൊക്കെ എന്തു പ്രയോജനമാ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്തുവാ? നമ്മുടെ തലമുറ തന്നെയാണ്. നമ്മുടെ തലമുറയാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വാരിക്കൂട്ടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അദ്ദേഹം പറയുക, അച്ഛാ, ഞാൻ വാരിക്കൂട്ടിയത് കൊണ്ട് എന്ത് പ്രയോജനമാ? എൻ്റെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ച് അവരുടെ ഒരു മക്കളെ, അടുത്ത തലമുറയെ കണ്ടുകൊണ്ട് എനിക്കൊന്ന് മരിക്കുവാൻ കഴിയുമോ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് മുട്ടിപ്പായി ഇങ്ങനെ കരയുകയാണ്. ഞാൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറയാം. ഞാൻ മിഷനിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയുന്നത് പോലെ താങ്കൾ ചെയ്യണം. ചേച്ചാ, എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, നൊമ്പരം അനുഭവിക്കുന്ന, കെട്ടിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്ത പെൺകുട്ടികൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്. ഞാൻ ഒരു കുഞ്ഞിനെ കാണിച്ചു തരാം. ആ കുഞ്ഞിനെ താങ്കൾ തന്നെ മുൻകൈയെടുത്ത് അതിനെ വിവാഹം കഴിച്ചയക്കണം. ആ വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛൻ്റെ കയ്യിൽ തന്നുകൊള്ളാം പൈസ. പറഞ്ഞു, എൻ്റെ കയ്യിൽ തരണ്ട. ഞാൻ ആ കുഞ്ഞിനെ കാണിച്ചു തരാം, കുടുംബത്തെ കാണിച്ചു തരാം. താങ്കൾ തന്നെ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് ആ കുടുംബത്തിൽ പോയി അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യണം. ആ മനുഷ്യൻ അക്ഷരം പ്രതി അത് പാലിച്ചു. 1 വർഷം കഴിഞ്ഞ് ആ മനുഷ്യൻ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ 10 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ആ പെൺകുഞ്ഞിന്റെ വിവാഹം, രാജകീയമായ പ്രൗഢിയോടുകൂടിയാണ് ഞാൻ അതിനെ വിവാഹം കഴിച്ചയച്ചത്. എന്നാൽ ആ പെൺകുഞ്ഞിന് അതിന് വിവാഹം കഴിഞ്ഞ് അതിനൊരു കുഞ്ഞ് ലഭിച്ചു. ആ കുഞ്ഞ് ലഭിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ 2ാമത്തെ മകൻ, മൂത്ത മകൻ വിവാഹം കഴിച്ചില്ല, 2ാമത്തെ മകനും ഇളയത്തുങ്ങളായ ടിൻസ് ഇരട്ട കുഞ്ഞുങ്ങൾക്കും വിവാഹാലോചനകളൊക്കെ കടന്നു വന്നു.
അവർ വിവാഹമൊക്കെ നടത്തി. ആ മനുഷ്യൻ വളരെ സന്തോഷവാനാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇന്ന് ഞാൻ ഏറെ ധന്യനാണ്, ഏറെ സന്തോഷവാനാണ്. ഞാൻ ആഗ്രഹിച്ചതിനൊന്നും ദൈവം തമ്പുരാൻ മുട്ടുവരുത്തിയില്ല. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോഴും ഞാൻ പശ്ചാത്തപിച്ച് അനുതപിച്ച് രൂപാന്തരപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾക്കും ദൈവം തമ്പുരാൻ എനിക്ക് മറുപടി തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ സംസ്കാരം പലപ്പോഴും അതിരുകവിഞ്ഞ ലാഭേച്ഛകളും ധനത്തിന്റെ പിൻബലവും കച്ചവട സംസ്കാരത്തിന്റെ അടരുകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ആടി ഉലയ്ക്കുമ്പോൾ ഓർക്കണം, തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് കയറിയതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ചാട്ടവാറുമായി കടന്നു വരും. ചാട്ടവാറുമായി കടന്നു വരുമെന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യമാണ്. ദൈവത്തിന്റെ വചനമോ അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർവിടുവിക്കും വരെ അത് തുളച്ചിയലുന്നതുമാകുന്നു. അത് ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും വിവേചിക്കുന്നതുമാകുന്നു. എബ്രായ ലേഖനം 4:12 വചനം ചാട്ടവാറ് പോലെ, വചനം ഇരുവായ്ത്തലയുള്ള വാളുപോലെ ജീവിതത്തിലേക്ക് തമ്പുരാൻ അയക്കുമ്പോൾ ആ വചനത്തിന്റെ മുൻപാകെ മറുതലിക്കാതെ മടങ്ങി വരുവാൻ ഈ ഹാശായുടെ നാളുകൾ, ഈ നോമ്പിന്റെ നാളുകളിൽ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകണം. പ്രിയമുള്ളവരെ, ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാന വചനങ്ങൾക്ക് വിരാമം കുറിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് ചാട്ടവാറുമായി കടന്നുപോയി അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും മലീമസമാക്കിയ ദേവാലയ സംസ്കാരത്തെ ശുദ്ധീകരിക്കുവാൻ കാരണമായി തീർന്നത്? അത് മറ്റൊന്നുമല്ല, അടങ്ങാത്ത മാത്സര്യമാണ്. അടങ്ങാത്ത മാത്സര്യമാണ്. നമുക്കറിയാം, കമ്പോളം സജീവമാകുന്നത് അടങ്ങാത്ത മാത്സര്യത്തിന്റെ മനഃശാസ്ത്രത്തിലാണ്. പലപ്പോഴും ആരാധനയ്ക്കെത്തുന്ന എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം മത്സരങ്ങളുണ്ട്, എത്രമാത്രം മാത്സര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആരാധനയ്ക്കായി കടന്നു വന്ന് ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ കോണുകളിൽ കോപവും ശത്രുതയും വെറിയും ദേഷ്യവും വൈരവും ഒക്കെ വല്ലാതെ ജീവിതത്തെ പലപ്പോഴും വേട്ടയാടാറില്ലേ? എൻ്റെ കൂടെ നിന്ന് ആരാധിക്കുന്ന വ്യക്തിയുടെ ആത്മീയതയുടെ അനുഭവത്തിൽ, എൻ്റെ കൂടെ നിന്ന് ആരാധിക്കുന്ന എൻ്റെ സഹോദരന്റെ ജീവിതത്തിൽ അവൻ്റെ ഐശ്വര്യങ്ങൾ കണ്ട് അവനോട് ചേരുവാനും ആ ഐശ്വര്യങ്ങൾ കണ്ട് അവനോട് താതാത്മ്യം പ്രാപിക്കുവാനും നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കേണ്ട ദേവാലയങ്ങളിലായിരിക്കുമ്പോഴും പലപ്പോഴും മനസ്സിന്റെ കോണുകളിൽ വൈരവും ശത്രുതയും കോപവും വെറുതെയും അതുപോലെ തന്നെ വൈരവും നമ്മളെ വല്ലാതെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടുത്തെ പിതാവ് റിട്ടയേർഡ് പ്രിൻസിപ്പളാണ്, കോളേജ് പ്രിൻസിപ്പളാണ്, റിട്ടയേർഡായി. അവിടുത്തെ അമ്മയും മാതാവും രണ്ടുപേരും റിട്ടയേർഡായി, രണ്ടുപേരും പ്രൊഫസേഴ്സായിട്ട്. അവിടുത്തെ പിതാവ് റിട്ടയേർഡ് പ്രിൻസിപ്പളാണ്. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പം ഞാൻ അവിടുത്തെ അമ്മയോട് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം റിട്ടയേർഡ് കാലമാണ്, ഇപ്പം ജീവിതത്തിൽ വളരെ ശാന്തമായി ജീവിക്കേണ്ട വളരെ വിശ്രമത്തിന്റെ കാലഘട്ടമാണല്ലോ. രണ്ടുപേരും ദേവാലയത്തിൽ വരുന്നതൊക്കെ കാണുന്നുണ്ട്. രണ്ടുപേരും ഒരേ കാറിൽ ഒരുമിച്ച് ദേവാലയത്തിലൊക്കെ കടന്നു വരുമ്പോൾ വല്ലാത്ത ഇണപ്രാക്കളെ പോലെ കടന്നു വരുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത അസൂയൊക്കെ തോന്നുന്നൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ ആ അമ്മയോട് സംസാരിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയപ്പോൾ അമ്മ നാവെടുത്ത് സംസാരിച്ചു. അമ്മ പറയുക, അച്ഛൻ ആഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം, ഞങ്ങൾ രണ്ടുപേരും ഒരേ കാറിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്, പക്ഷേ 6 മാസമായി ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടിയിട്ട്. ആ അമ്മ പറയുക. ഞാൻ പറഞ്ഞു, എന്താ കാരണം? എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ദുഃഖമാച്ചാ, വല്ലാത്ത പ്രയാസമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? മക്കളെ ചൊല്ലി വിലപിക്കേണ്ട കാര്യമില്ല. 3-4 മക്കളെ ദൈവം കൊടുത്തു, അവരെല്ലാം നല്ല നിലയിൽ വിദേശങ്ങളിലാണ്. പിന്നെ 2 പേർക്കും നല്ല ഒരു തുക പിന്നെ അവർക്ക് പെൻഷനായി കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്. അമ്മ പറയുക, അച്ഛാ എല്ലാം ഉണ്ട്, ഒന്നിനൊരു കുറവില്ല. പക്ഷേ ഞങ്ങൾ 2 പേരും ഇപ്പോൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ തല ഉയർത്തി തുടങ്ങി. ഞാൻ ചോദിച്ചാൽ എന്താ? ഞാൻ പറയുന്ന ഒന്നും അദ്ദേഹത്തിന് പിടിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതേ കയറി പിടിക്കും. പിന്നെ കലഹമായി, ശണ്ടയായി, പിന്നെ എന്നോട് മിണ്ടാറേയില്ല. ഈ അവസാനമായി ഞങ്ങൾ പരസ്പരം ഒന്ന് ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് 6 മാസമായി. ഞാൻ ചോദിച്ചു, കള്ളമാണ്. കാരണം 2 പേരും ഒരുമിച്ച് ഒരേ കാറിൽ യാത്ര ചെയ്ത് ദേവാലയത്തിൽ വരുന്നു, ഒരുമിച്ച് പ്രാർത്ഥനായോഗത്തിൽ വരുന്നു, ഒരുമിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. 2 പേരും സൺഡേ സ്കൂൾ അധ്യാപകരാണ്.
എല്ലാ തരത്തിലും ആധ്യാത്മികതയിൽ പുറമേ നോക്കുമ്പോൾ മുൻപന്തി നിൽക്കുകയാണ്. ആ അമ്മ പറയുക, അച്ഛാ അദ്ദേഹത്തിന് എന്തെങ്കിലും എന്നോട് പറയണമെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് ഇടും. എന്നോട് തുറന്നു പറയുകയില്ല, എൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ പുറത്തു പോവുകയാണ്, അല്ല ഇന്ന സ്ഥലത്ത് പോവുകയാണ്, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടും. ഞാനും തിരിച്ച് അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. അതുകൊണ്ട് കേൾക്കാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനും ഒരു മെസ്സേജ് അങ്ങോട്ടിടും. ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആശയ സംവേദന നടത്തുകയാണ്. ഞങ്ങൾ ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചിട്ട് മാസം 6 ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുമിച്ച് ദേവാലയത്തിൽ വരുന്നുണ്ട്, ഒരുമിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് കിടന്നുറങ്ങുന്നു, എല്ലാമാണ്. പക്ഷേ ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചിട്ട് മാസം 6 എന്ന് ആ അമ്മ എന്നോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ദേവാലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ കോടുകളിൽ വല്ലാത്ത വൈരവും ശത്രുതയും പകയും ഒക്കെ വല്ലാതെ നമ്മളെ വേട്ടയാടുന്നില്ലേ? വലിയ മാർ ബസേലിയോസ് പിതാവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ തൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് കരങ്ങളെ മലർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം മാലാഖമാരോട് ആവശ്യപ്പെടും, നിങ്ങളുടെ ആരാധന അല്പസമയം ഒന്ന് നിർത്തിവെക്കുക. പ്രിയമുള്ളവരെ, വലിയ മാർ ബസേലിയോസ് പിതാവ് പറയുകയാണ്. എന്താണ് പറയുന്നത്? തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ഛായയിലും സൃഷ്ടിക്കപ്പെട്ട തൻ്റെ ജനം ദൈവത്തെ ആരാധിക്കുവാൻ തൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് കണ്ണുനീരോടെ കരങ്ങളെ മലർത്തി പ്രാർത്ഥിക്കുമ്പോൾ, അവൻ ആത്മാർത്ഥമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, കർത്താവിന്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം മാലാഖമാരോട് പറയും, നിങ്ങളുടെ ആരാധനയ്ക്ക് അല്പം വിരാമം ഇടുക, നിങ്ങളുടെ ആരാധന അല്പസമയം ഒന്ന് നിർത്തിവെക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ആരാധന കണ്ടുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കണ്ടുകൊണ്ട് തമ്പുരാൻ മാലാഖമാരോട് ഇങ്ങനെ പറയുമോ? കാരണം പലപ്പോഴും ഹൃദയം നുറുങ്ങി ഒന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഹൃദയം തുറന്നൊന്ന് ദൈവം മുമ്പാകെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഈഗോ, നമ്മുടെ അഹന്തകൾ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ശത്രുത, വൈരം, പക നമ്മളെ വല്ലാതെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയത്? ആരാണ് ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയത്? ഒരു ബുദ്ധ സന്യാസി തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരിക്കൽ ഈ ഗുരുവായ ഈ സന്യാസി പർണശാല വിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി. അദ്ദേഹം യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സാധാരണഗതിയിൽ തൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ പർണശാലയുടെ മുൻഭാഗത്തേക്ക് കടന്നു വന്ന് സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷെ ഇന്ന് ഗുരു കടന്നു വരുമ്പോൾ സ്വീകരിക്കുവാൻ ആരില്ല, ശിഷ്യന്മാരില്ല. ഗുരു ശാന്തമായി ആ പർണശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരെല്ലാവരും മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരു ശിഷ്യന്മാരുടെ പ്രാർത്ഥനയൊക്കെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞ് പർണശാലയുടെ നടുത്തളങ്ങളിലേക്ക് കടന്നു വന്ന് അദ്ദേഹം ശാന്തമായി അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ആരാധനയൊക്കെ കഴിഞ്ഞ് ശിഷ്യന്മാർ ഓരോന്നോരോന്നായി ഗുരുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഗുരു അവിടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ആരാണ് ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കിയത്? ശിഷ്യന്മാർക്ക് ഒരു ഉത്തരവുമില്ല, അവർ മൗനം പാലിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് ഗുരു വീണ്ടും ശബ്ദമുയർത്തി ശിഷ്യന്മാരോട് ചോദിച്ചു, ആരാണ് ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയത്? അപ്പോഴും ഉത്തരമില്ല. നിശബ്ദതയാണ്, വല്ലാത്തൊരു നിശബ്ദതയാണ്, ഒരു ശ്മശാന മൂകതയാണ്. അല്പം കൂടി കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും ഗുരു ശബ്ദമുയർത്തിക്കൊണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, ആരാണ് ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയത്? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പോയ ദിവസം മുതൽ, ഞാൻ പോയ നാളുകളിൽ നിങ്ങൾ ഒരുമയോടെ ഒത്തൊരുമിച്ച് ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ചാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഗുരുവിന്റെ സാന്നിധ്യം, ഗുരു അകന്നു മാറിയപ്പോൾ ശിഷ്യന്മാർ അവർ അവരുടേതായ സ്ഥാനങ്ങളിലേക്ക്, അവരുടേതായ ഇടങ്ങളിലേക്ക് അവർ ചേക്കേറി. അവർ ഒന്നിച്ച് ആരാധിക്കേണ്ടവർ, ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കേണ്ടവർ ഇന്ന് വ്യക്തികളായിട്ട് അവർ സ്വയമേ വേറിട്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. അത് ഗുരുവിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ ഗുരു ചോദിക്കുന്നുണ്ട്, ആരാണ് ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയത്? വിശ്വാസിയോ അതോ അവിശ്വാസിയോ? പ്രിയമുള്ളവരെ, വിശ്വാസിയാണോ ദൈവത്തിന്റെ മുഖം വികൃതമാക്കുന്നത്, അതോ അവിശ്വാസിയാണോ? പ്രിയമുള്ളവരെ, വിശ്വാസികൾ തന്നെയാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം
പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും മുഖഭാവം അത് ദൈവത്തിന്റെ മുഖമാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ ഛായയിലുമാണ്. നമ്മൾ നോമ്പിന്റെ നമസ്കാരത്തിൽ പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയ ദൈവ ആകൃതിയെ തിരിച്ചു പിടിക്കേണ്ട കാലമാണ് നോമ്പുകാലം. നഷ്ടപ്പെട്ടു പോയ ദൈവ സ്വരൂപം, നഷ്ടപ്പെട്ടു പോയ ദൈവഭാവം, നഷ്ടപ്പെട്ടു പോയ ദൈവാകൃതിയെ തിരിച്ചു പിടിക്കേണ്ട കാലമാണ് നോമ്പുകാലം. ഈ യാത്രയിൽ ശാന്തമായി ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, നീ തന്ന മുഖഭാവം, നീ തന്ന തേജസ്, നീ തന്ന കൃപകൾ ഞാൻ വല്ലാതെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു, നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും നിന്റെ മുഖത്തെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോമ്പ് വൈകൃതങ്ങളിൽ നിന്നും സുഹൃതങ്ങളിലേക്ക് ചേക്കേറുവാനുള്ള കാലമാണ്. വൈകൃതങ്ങളിൽ നിന്നും സുഹൃതങ്ങളിലേക്ക് ചേക്കേറുവാനുള്ള കാലമാണ് നോമ്പുകാലം. തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് പറയുന്നുണ്ട്, ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ സ്വഭാവത്തിന് വശ്യതയുണ്ടാകും. തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് പറയുക, ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ സ്വഭാവത്തിന് വശ്യതയുണ്ടാകും. സ്വഭാവത്തിന് വശ്യതയുണ്ടായാൽ സ്വഭവനത്തിൽ ഒരുമയുണ്ടാകും. സ്വഭാവത്തിന് വശ്യതയുണ്ടായാൽ സ്വഭവനത്തിൽ ഒരുമയുണ്ടാകും. സ്വഭവനത്തിൽ ഒരുമയുണ്ടായാൽ രാജ്യത്തിന് ക്രമമുണ്ടാകും. സ്വഭവനത്തിൽ ഒരുമയുണ്ടായാൽ രാജ്യത്തിന് ക്രമമുണ്ടാകും. രാജ്യത്തിന് ക്രമമുണ്ടായാൽ ലോകത്തിന് സമാധാനമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ആരാണ്? പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത് ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളുമാണ്. കാരണം നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നന്മ അത് നശിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങൾ മരുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. സഞ്ചരിക്കുന്ന മരുഭൂമികളായി ഞാനും നിങ്ങളും മാറിയിരിക്കുന്നു. ഹൃദയത്തിൽ സ്നേഹമില്ല, ഹൃദയത്തിൽ കാരുണ്യമില്ല, ദൈവസ്നേഹത്തിന് നീർച്ചാലുകൾ വറ്റിപ്പോയിരിക്കുന്നു. ഹൃദയത്തിൽ നന്മയില്ല. ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ സ്വഭാവത്തിന് വശ്യതയുണ്ടാകും. സ്വഭാവത്തിന് വശ്യതയുണ്ടായാൽ സ്വഭവനത്തിന് ഒരുമയുണ്ടാകും. അങ്ങനെയെങ്കിൽ വ്യക്തികളുടെ രൂപാന്തരമാണ് കുടുംബത്തിന്റെ അനുഗ്രഹം. അതുകൊണ്ടാ തമ്പുരാൻ പറഞ്ഞത്, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുവിങ്കലേക്ക് കടന്നു വരികയും അവനെ വിശ്വസിക്കുകയും ചെയ്യണം. ലുദിയായോടൊക്കെ പറയുന്ന വചനങ്ങളാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി രൂപാന്തരപ്പെട്ടാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടാൽ ആ സമൂഹം നന്മയിലേക്ക് കടന്നു വരും. ആ സമൂഹം നന്മയിലേക്ക് വന്നാൽ ആ രാജ്യത്തിൽ ശാശ്വതമായ സമാധാനമുണ്ടാകും. യേശു തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് ചാട്ടവാറുമായി കടന്നുപോയതിന്റെ കാരണങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദേവാലയ സംസ്കാരം കച്ചവട സംസ്കാരമായി മാറ്റപ്പെട്ടു. ദൈവനിഷേധത്തിന്റെ ദുർഭൂതങ്ങൾ ദേവാലയ സംസ്കാരത്തെ വേട്ടയാടി. അമിതമായ ലാഭേച്ഛ, ധനത്തിന്റെ പിൻബലം, അടങ്ങാത്ത മാത്സര്യം ദേവാലയ സംസ്കൃതിയെ വല്ലാതെ മലീമസമാക്കി. നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ അഴുക്കജാലുകൾ, പാപത്തിന്റെ സ്വാധീനങ്ങൾ, ആത്മീയ സംസ്കൃതിയുടെ ഭാവങ്ങൾ നഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുമൊക്കെ ഒരു കച്ചവട സംസ്കാരത്തിലേക്ക് തരം താണുകൊണ്ടിരിക്കുകയാണ്. ഒരു കവിതയുടെ 2 വരി ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയങ്കരനായ ശ്രീ അയ്യപ്പ പണിക്കർ, അദ്ദേഹത്തിന് വളരെ മനോഹരമായൊരു കവിതയാണ് ദൈവത്തിന്റെ ഭവനം. ദൈവത്തിന്റെ ഭവനം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ആലയം പുതുക്കുക, എൻ്റെ ആലയം പുതുക്കുക, ഒരു കല്ല് പോലും വിലയ്ക്ക് വാങ്ങരുത്, ഓരോ കല്ലും യാചിച്ച് വാങ്ങുക. കാരണം കരുണയിൽ നിന്ന് വേണം എൻ്റെ ആലയം ഉയരുവാൻ. കാരണം കരുണയിൽ നിന്ന് വേണം എൻ്റെ ആലയം ഉയരുവാൻ. ഏത് കല്ലും എടുക്കണം, രൂപഭംഗിയില്ലാത്തവയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കണം. രൂപഭംഗിയില്ലാത്തവയ്ക്ക് അമിതമായ ശ്രദ്ധ പതിപ്പിക്കണം. ആരുടെ അധ്വാനവും സ്വീകരിക്കണം. പിന്നിൽ ഒരു ഹൃദയമുണ്ടായാൽ മാത്രം വലിയ ജാലകമുണ്ടാകണം ആകാശത്തിന് പ്രവേശിക്കുവാൻ. സംഗീതം കൊണ്ട് ഭിത്തി അലങ്കരിക്കണം. കഥകളുടെ വിധാനം ഉണ്ടാകണം. പൊട്ടിച്ചിരികളുടെ പൂക്കല തോരണം വേണം. ബലികളുടെ ഉരുകി തീരുന്ന മെഴുകുതിരികൾ അവിടെ കത്തിയമരണം. എൻ്റെ ആലയം പുതുക്കണം. അതെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ ജീവിതമാകുന്ന, നമ്മുടെ ശരീരമാകുന്ന, നമ്മുടെ ജീവിതമാകുന്ന ഈ ആലയത്തെ പുതുക്കുവാൻ, ദൈവാത്മാവ് നിറഞ്ഞു വസിക്കേണ്ട
ദൈവാത്മാവിന്റെ ആവാസ മേഖലയാകേണ്ട ഞാനും നിങ്ങളും കച്ചവട സംസ്കാരത്തിലേക്ക് പോകാതെ ഒരു ആത്മീയ സംസ്കാരത്തിലേക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.